എൻ്റെ കുഞ്ഞെ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ യഹോവേ, നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആരും നിന്നെ വിശ്വസിക്കും? ആരും നിന്നെ മനസ്സിലാക്കും? ആരോട് നീ ഇതെല്ലാം പറയും? വേണ്ട മേരി, നീ ഈ അവസ്ഥയിൽ തിരികെ പോകണ്ട. ചാർച്ചക്കാരൻ എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ട് എനിക്ക് മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്കുക, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കൂ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കൂ? എന്റെ ദൈവമേ. നോക്ക്, ഇളയമ്മ കരുതും പോലെ ഒന്നും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ബന്ധ എന്ന പഴി കേട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുക. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുന്ന് വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്തും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, പിറക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്.